തിരുവനന്തപുരം നെടുമങ്ങാട് തിയേറ്ററിന്റെ സീറ്റിൽ ചവിട്ടരുതെന്നാവശ്യപ്പെട്ടതിന് ജീവനക്കാരന് മർദ്ദനം. നെടുമങ്ങാട് സൂര്യ തിയേറ്ററിലാണ് സംഭവം. തിയേറ്ററിനുള്ളിൽ സിനിമയ്ക്ക് എത്തിയവർക്ക് സീറ്റ് പറഞ്ഞു കൊടുക്കുന്നതിനിടെ മുൻവശത്തെ സീറ്റിൽ ചവിട്ടിയിരിക്കുന്ന നെടുമങ്ങാട് സ്വദേശി റാഫിയോട് കാൽ മാറ്റാൻ ആവശ്യപ്പെട്ടതാണ് പ്രകോപനം. മർദ്ദനത്തിൽ പരിക്കേറ്റ അനിൽകുമാർ നെടുമങ്ങാട് ആശുപത്രിയിൽ ചികിത്സ തേടി. തിയേറ്റർ ജീവനക്കാരന്റെ പരാതിയിൽ നെടുമങ്ങാട് പോലീസ് കേസെടുത്തു. അരുൺ മോഹൻ വിവരങ്ങളുമായി. അരുൺ, സാധാരണ സിനിമ തുടങ്ങുമ്പോൾ തിയേറ്ററിൽ ആദ്യം സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന കാര്യങ്ങളിലൊന്നാണ് സീറ്റിൽ ചവിട്ടരുതെന്നൊക്കെ. അത് പറഞ്ഞതിന് ഒരാളെ മർദ്ദിക്കുന്ന സാഹചര്യമൊക്കെ എങ്ങനെയാണ് ഉണ്ടായത്? എപ്പോഴായിരുന്നു സംഭവം? ഇയാളെ എവിടെയാണുള്ളതെന്ന് പോലീസിന് കണ്ടെത്താനായിട്ടുണ്ടോ? ശ്രീജ, കഴിഞ്ഞ ദിവസമായിരുന്നു ഈ സംഭവം. ഈ പറയുന്ന സൂര്യ തിയേറ്ററിലായിരുന്നു ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഇവിടെ ജീവനക്കാരനാണ് അനിൽകുമാർ. ഇദ്ദേഹം ടിക്കറ്റ് എടുത്ത് വന്ന അവർക്ക് സീറ്റ് നിർദ്ദേശിച്ചു കൊടുക്കുന്ന സമയത്ത് അവിടെ മുൻവശത്തിരുന്ന സീറ്റിൽ ചവിട്ടിയിരുന്ന നെടുമങ്ങാട് സ്വദേശി മാർക്കറ്റിന് സമീപത്തുള്ള റാഫി എന്ന ആളോട് മുന്നിലിരിക്കുന്ന സീറ്റിൽ ചവിട്ടിരുന്ന പറഞ്ഞതാണ് ഇദ്ദേഹത്തിന്റെ പ്രകോപന കാരണം. തുടർന്ന് എണീറ്റ് വന്ന് ഇദ്ദേഹത്തെ അടിക്കുകയായിരുന്നു. മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് CCTV ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. മർദ്ദിക്കുകയായിരുന്നു. തുടർന്ന് മറ്റു ജീവനക്കാർ എത്തിയായിരുന്നു ഇദ്ദേഹത്തെ രക്ഷിച്ചത് എന്ന് തന്നെ പറയാം. വളരെ ഒരു ദൗർഭാഗ്യമായ ഒരു സംഭവമാണ്. കാരണം നമ്മൾ തിയേറ്ററിൽ പോകുമ്പോൾ നമ്മൾ എപ്പോഴും ഇത്തരം പലരും വരുന്നതാണ്. ഒരു മാന്യത നമ്മൾ സ്വയം എടുക്കേണ്ടതാണ്. അത് നിർദ്ദേശിച്ചുകൊണ്ടായ ഒരു പ്രകോപനമാണ് ഇവിടെ ഉണ്ടായെന്ന് നമുക്ക് എടുത്തു പറയാം. എന്തായാലും മർദ്ദനമേറ്റ അനിൽകുമാർ നെടുമങ്ങാട് ആശുപത്രിയിൽ ചികിത്സ തേടി. അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയ്ക്ക് എല്ലാം മുഖത്ത് ഏറ്റ അടിക്ക് ഒരു സാരമായ പ്രശ്നമുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അതേസമയം നെടുമങ്ങാട് പോലീസിൽ തിയേറ്റർ ഉടമയും ഉൾപ്പെടെയുള്ള ജീവനക്കാരും ചേർന്ന് പരാതി നൽകിയിട്ടുണ്ട്. നെടുമങ്ങാട് പോലീസ് സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ചു വരുന്നു. ഉടനെ തന്നെ ഇദ്ദേഹത്തെ പിടിയിലാകാൻ കഴിയുമെന്ന് തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് പറയുന്നത്. ശ്രീജ, അരുൺ മോഹനാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.